നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നികേഷ് നിധിയെയും കൊണ്ട് ഗ്രൗണ്ടിലേക്ക് സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് സുധീഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ടെൻഷനായി. സ്കൂട്ടി വാങ്ങിച്ചോണ്ട് കൊടുത്ത ആള് താനാണ്. അപ്പൊ പിന്നെ സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കേണ്ട താനല്ലേ, തന്റെ ഭാര്യയല്ലേ നിധി എന്നൊരു ചിന്തയായിരുന്നു. അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഭാസ്കരൻ അവിടെ ഇരുന്ന് വീടി വിളിക്കുന്നുണ്ടേ. എവിടെയെല്ലാം തന്റെ ദേഷ്യ സങ്കടം ഒന്ന് തീർക്കണമല്ലോ. പെട്ടെന്ന് സുധീഷ് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടി അച്ഛാ കാണിക്കണേ? എത്ര വട്ടം പറഞ്ഞിട്ടാണ് അച്ഛനോട് ഇങ്ങനെ ഇരുന്ന് വീട് വലിക്കരുതെന്ന്? ഇത് മറ്റുള്ളവർക്കൂടെ ദോഷം ചെയ്യും, ഞങ്ങൾക്കും വല്ല ക്യാൻസറും പിടിക്കുമെന്ന് പറഞ്ഞു. എടാ, അതിന് ഞാനല്ലേ വലിക്കുന്നേ, പുകവലിച്ച് എനിക്കല്ലേ പിടിക്കുള്ളൂ. പിന്നെ അച്ഛന് മാത്രമൊന്നും അല്ല, അതിന്റെ പുക ബാക്കി എല്ലാത്തടുത്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, അപ്പം ഞങ്ങൾക്കും പിടിക്കുമെന്ന് പറഞ്ഞു. ഓ പിന്നെ പിടിക്കാനായിട്ട് നിധി എപ്പോഴും വഴക്ക് പറയുന്നതല്ലേ? ഓ പിന്നെ നിധി, എടാ നിധി എന്ന് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. നിന്റെ വിഷമം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്ക് നിധിയോടൊപ്പം സ്കൂട്ടി ഓടിക്കാനായിട്ട് പോകാൻ പറ്റിയില്ല, അതിന്റെ സങ്കടമല്ലേ എന്ന് ചോദിച്ചു. ഒന്ന് പോവാച്ച അവിടെ നിന്ന് പറഞ്ഞു. വേണ്ട, നീ സ്കൂട്ടിയൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുത്തു, പക്ഷേ അവള് നിന്നെ മൈൻഡ് ചെയ്തില്ല. സുഭാഷിനെ അവള് ചേട്ടനായിട്ടാ കാണുന്നേ, അതുപോലെ നികേഷിനെ അനുജനായിട്ട് കാണുന്നു, അതുകൊണ്ടാണ് അവനോടൊപ്പം പോയിരിക്കുന്നത്. നിന്നെയോ? എടാ, അവരെയൊക്കെ ചേട്ടനും അനുജനും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്, നിന്നെ അതുപോലെ തന്നെയാണ് കാണുന്നേ. നിന്നെ ഒരു സഹോദരനായിട്ടോ മിക്കവാറും അവള് കാണുന്നുണ്ടായിരിക്കുള്ളൂ. താലി കെട്ടിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലടാ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് ഭയങ്കര ടെൻഷനായി. ദേ അച്ഛാ, വെറുതെ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു. അവളെൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. പിന്നെ ഭാര്യയാന്ന് നിനക്ക് മാത്രം തോന്നിയിട്ട് കാര്യമുണ്ടോ? അവൾ കൂടെ തോന്നണ്ടേ? അധികം വൈകാതെ അവൾ നിന്നെ സഹോദരനായിട്ട് കണക്ക് കൂട്ടുമെന്ന് പറഞ്ഞു. പിന്നെ സുധീഷിന് അവിടെ നിൽക്കാൻ തോന്നുമോ? സുധീഷ് പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലണ സമയത്ത് നിധിയെ നല്ല ഭംഗിയായിട്ട് നികേഷ് സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. പതുക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്കൂട്ടിയെ പിടിച്ചിട്ടാണ് നികേഷ് പോകുന്നത്. കാരണം എങ്ങാനും സ്പീഡ് കൂടിപ്പോയി മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ. അപ്പോഴേക്കും നീതിയോടെ അടുത്ത് എന്നിട്ട് സുധീഷ് പറഞ്ഞു, ഇങ്ങനെയാണോ സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുന്നത്? എടാ, സ്കൂട്ടി കിടന്ന് വിറയ്ക്കുന്നുണ്ടോ? അതിന് പ്രാക്ടീസ് ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ സുധീഷ് ഏട്ടാ. എടാ, നിന്നെയൊക്കെ ഞാൻ ഇങ്ങനെയാണോ പഠിപ്പിച്ചേ? എടാ, നിന്നെയൊക്കെ ആരാ സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിച്ചേ? സുധീഷ് ഏട്ടൻ. എടാ, അപ്പം ഞാനല്ലേടാ ആശാൻ എന്ന് ചോദിച്ചു. അത് ശരിയാ, അപ്പം പിന്നെ നീ ഇങ്ങോട്ട് മാറാം, ഞാൻ ഓടിക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, വേണ്ട നികേഷ് പഠിപ്പിച്ചോളും. വേണ്ട നിധി, ഇതിനേക്കാൾ നല്ല ഭംഗിക്ക് ഞാൻ ഓടിക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. നികേഷിനെ കൂടെ മാറ്റി. പിന്നീട് സുധീഷ് സ്കൂട്ടിയിലേക്ക് കയറി പുറയിലിരുന്നിട്ട് പറഞ്ഞു, എടുത്തോളം പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം നിധിക്ക് ആപ്പടൊരു കൺഫ്യൂഷൻ. പെട്ടെന്ന് നിധിയുടെ കയ്യിലേക്ക് പിടിച്ചു, ഹാൻഡിലൊക്കെ കൊടുക്കുവാണ്. അങ്ങനെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇത്തിരി ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ എങ്ങനെയാ തിരിക്കണമെന്നൊക്കെ എൻ്റെ പുറയിലിരുന്ന് കാണാൻ, പിന്നെ കയറാൻ പറഞ്ഞു. അങ്ങനെ നിധി പുറകെ കയറി കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഇതേ എൻ്റെ കയ്യിലേക്ക് നോക്കണം കേട്ടോ, എങ്ങനെയാണ് ഞാനിത് സ്പീഡ് കൂട്ടുന്നോ കുറയ്ക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ് വണ്ടി എടുത്തു. എന്നിട്ട് പറഞ്ഞു, വീഴാതെ എൻ്റെ തോളത്ത് പിടിച്ചോളാൻ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു സുധീഷിന് ഇങ്ങനൊരു കാര്യം. ഇത് കുറേ നാളായിട്ട് മനസ്സിൽ കരുതുന്നതാണ്. ഒടുവിൽ അവളെ പുറയിലെടുത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാലേ അങ്ങനെ കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് ഗ്രൗണ്ടിന് വലം വയ്ക്കുകയാണ്. നികേഷ് ഇത് കണ്ടുകൊണ്ട് മാറി നിൽക്കുന്നുണ്ട്. നികേഷിന് മനസ്സിലായി സുധീഷിൻ്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, തന്നെ ഒന്ന് റൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനോ? അത് ശരിയാകത്തില്ല, എനിക്ക് അത്ര പ്രാക്ടീസ് ഒന്നും ഇല്ല. തന്നെ ഓടിച്ചാലേ പഠിക്കുള്ളൂ, അല്ലാതെ ഞാൻ എപ്പോഴും പിന്നാലെ കയറിയിട്ട് ഓടിക്കുന്ന പറഞ്ഞാൽ ശരിയാകത്തില്ല. തന്നെ ഓടിക്കുക, പിന്നെ ഇച്ചിരി ആക്സിലറേറ്റർ കൊടുത്താൽ മതി, വണ്ടി അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. നിധിക്കൊരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. എങ്കിലും സുധീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിധി കയറി ഇച്ചിരി കൈ ഇങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. നിധി ഉരുണ്ടും പറഞ്ഞ് സ്കൂട്ടി നിധിയും കൂടെ താഴെ കിടക്കുന്നു. പെട്ടെന്ന് നികേഷും സുധീഷും കൂടെ ഓടിച്ചെന്നു നിധിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതിനുശേഷം സ്കൂട്ടിയൊക്കെ എടുത്ത് നേരെ വെക്കുകയാണ്. നിധിയുടെ കൈയൊക്കെ പൊട്ടി ഇച്ചിരി ചോരയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിധി പറഞ്ഞു, നമുക്ക് വീട്ടിൽ മതിയെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, എന്ത് പരിപാടി സുധീഷേട്ടാ കാണിച്ചേ? അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, ഞാൻ എന്ത് കാണിച്ചെന്ന്? പിന്നെ സുധീഷേട്ടൻ പറഞ്ഞിട്ടല്ലേ നിധി അടുത്ത് തന്നെ വണ്ടി എടുത്തേ. നിധി പറഞ്ഞു, സുധീഷ് എല്ലാത്തിനും കാരണം, സുധീഷ് കൈ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയത്, അല്ല ഞാൻ സ്പീഡ് കൂട്ടത്തില്ലായിരുന്നു പറഞ്ഞു. അയ്യോ നിധി, ഇങ്ങനെയൊക്കെ സ്വാഭാവിക, അതൊന്നും സാരില്ല. പിന്നെ ഞാൻ ഇനിയില്ല സുധീഷിനോട് ഡ്രൈവിംഗ് പിടിക്കാം, വാ നികേഷ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നികേഷ് വണ്ടി എടുത്ത് അവർ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിച്ചു, അയ്യോ ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഈ നികേഷ് എന്നെ സുധീഷ് എന്നെ ഉരുട്ടിയിട്ടെന്ന് പറഞ്ഞു. എടാ എന്താടാ, നീ അവളെ ഉരുട്ടിയിട്ടോന്ന് ചോദിച്ചു. അയ്യോ ഞാൻ ഉരുട്ടിയൊന്നും ഇട്ടില്ല എന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, ഞാൻ മര്യാദയ്ക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നിധിയടുത്തെ. അതിൻ്റെ ഇടയ്ക്കിലേക്ക് സുധീഷേട്ടൻ വന്ന് കയറി. സുധീഷേട്ടൻ വണ്ടി എടുത്തോളാൻ പറഞ്ഞു.
നിധി അടുത്ത് വീഴുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴാണ് സുഭാഷ് നിധിയുടെ കയ്യിൽ ആ മുറിവ് കണ്ട് ചെറുതായിട്ട് പോറിയിട്ടുണ്ടായിരുന്നു. അയ്യോ ചോര വരുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓയിൽമെൻറ്റ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്ക് സുധീഷ് നികേഷിനോട് ചോദിച്ചു, എടാ ഞാൻ എപ്പോഴാണ് ഇവളെ ഉരുട്ടിയിട്ടെ? പിന്നെ സുധീഷേണ് എല്ലാത്തിനും കാരണം, അല്ല ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു. പിന്നീട് നിധിയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കുകയാണ് സുഭാഷ്. മതി സുഭാഷ് ഏട്ടാന്നൊക്കെ നിധി പറഞ്ഞു. ആ സാരമില്ല, ഇത്തിരി കഴിയുമ്പോഴത്തേനും വേദനയൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. ഭയങ്കര കെയറിങ് ആയിരുന്നു സുഭാഷിന്. പക്ഷെ സുധീഷിനാണ് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. സുഭാഷ് പിറുപുറത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഭാസ്കരൻ പറഞ്ഞു, എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇതേ കുന്തം മിണ്ടരെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി നിന്റെ രോഷം എന്താന്ന്. അപ്പോഴേക്ക് സുഭാഷ് വന്നിട്ട് ചീത്ത പറയണ സുധീഷിനെ, നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ? മര്യാദയ്ക്ക് നികേഷ് പഠിപ്പിച്ചോണ്ടിരുന്നല്ലേ, നീ എന്ത് കാണാൻ അങ്ങോട്ട് പോയതാ? അത് പിന്നെ എടാ നിന്നോട് ആരെങ്കിലും പറഞ്ഞ ഗ്രൗണ്ടിലേക്ക് പോവാനായിട്ട്, നിന്നോട് പോവണ്ടെന്ന് പറഞ്ഞല്ലേ? അത് പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ സുധീഷെന്ന് പറഞ്ഞ് സുഭാഷിന് വായിന്ന് സുധീഷിന് കുറേ ചീത്ത കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നികേഷിൻ്റെ അടുത്ത് വന്നിട്ട് നിധി പറഞ്ഞു, നമുക്ക് പഠിക്കാം, നമുക്ക് ഈ മുറ്റത്തോടെയൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നികേഷും നിധിയും കൂടെ വീണ്ടും ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങി മുറ്റത്തോടെ ഇട്ട്. അപ്പം നികേഷാണ് പഠിപ്പിക്കുന്നത്. സുധീഷ് അതൊക്കെ കണ്ടിങ്ങനെ മാറി നിൽക്കുകയാണ്. ഭാസ്കരൻ്റെ ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ കളിയാക്കുന്നുണ്ട് ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പം. അത് കണ്ടു കഴിയുമ്പോഴത്തേനും സുധീഷിനും ദേഷ്യം വരും. ഒടുവിൽ പതുക്കെ എന്ന് കൈയൊക്കെ വിട്ട് നികേഷ് നിൽക്കുമ്പോഴത്തേനും നിധി വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ സ്വന്തമായിട്ട് പോകാൻ തുടങ്ങി. അപ്പോഴേക്ക് ഹരീഷും കൂടെ അങ്ങോട്ട് വന്നു. പിന്നീട് ഹരീഷും നികേഷും കൂടെ നിധിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക. ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന് ഒട്ടും സഹിച്ചില്ല. സുധീഷ് പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, അതെ ഞാനും കൂടെ കൂടാം, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. വേണ്ട സുധീഷ് പഠിപ്പിക്കൊന്നും വേണ്ട, ഇവർ പഠിപ്പിച്ചാൽ മതി, ഇവർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കംഫർട്ടാ, അത് മതി. സുധീഷിൻ്റെ കൂടെ കയറിയിട്ടുണ്ടെങ്കിലേ എന്നെ കൊന്നു വെക്കത്തുള്ളൂ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, അതിന് ഇവരെയൊക്കെ ഞാനാ പഠിപ്പിച്ച, ആയിക്കോട്ടെ, പക്ഷേ സുധീഷിൻ്റെ കൂടെ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പേടിയാന്ന് പറഞ്ഞു. നികേഷും ഹരീഷുമാണ് എനിക്ക് പേടിയില്ലാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് നിധി പതുക്കെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഹരീഷ് പറഞ്ഞു, കണ്ടോ ഇതാണ് എന്തിനാ എൻ്റെ സുധീഷ് ചേട്ടാ, അതെ മനുഷ്യന്മാരാണെങ്കിൽ കുറച്ച് നേരും നിറവൊക്കെ വേണമെന്ന് പറഞ്ഞ് സുധീഷിനെ കളിയാക്കി. സുധീഷിന് ആകെപ്പാടെ ഒരു നാണക്കേടൊക്കെ തോന്നി. അപ്പോഴാണ് ചാന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്, അവിനാശിൻ്റെ സഹോദരി. ചാന്ദിനി വന്നിട്ട്, അതെ അവിനാശേട്ടൻ എന്നെ ഇവിടെ ഇറക്കി വിട്ടു പോയി, കടയിലേക്ക് പോയേക്കുക, തിരിച്ചു വരുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ ഹിന്ദി പറയണം. അപ്പം ബാക്കി നികേഷിനൊന്നും കാര്യം മനസ്സിലായില്ല. അപ്പോഴേക്ക് സുധീഷ് കാര്യം മനസ്സിലാക്കി കൊടുത്തു, ഇതുപോലെ പറഞ്ഞതെന്നൊക്കെ. ആ സമയത്ത് സുഭാഷ് വന്നിട്ട് പറഞ്ഞു, ചാന്ദിനെ കയറി വാ. അന്ന് ഹരീഷിനെയും ഭാസ്കരനെയും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് അവിനാശിൻ്റെ സഹോദരിയാ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ അങ്ങോട്ട് വന്നു. അപ്പം ബാക്കി എല്ലാവർക്കും ഹിന്ദി അത്ര വശമില്ല. ഭാസ്കരൻ വന്നിട്ട് മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ മറുപടി പറയാനായിട്ട് അവൾക്ക് അറിയില്ലല്ലോ. അവൾ ഹിന്ദി പറഞ്ഞു. ഭാസ്കരൻ വിട്ടുകൊടുക്കുമോ? ഭാസ്കരൻ പിന്നെ ഭയങ്കര ഹിന്ദിയാ. ഭാസ്കരൻ്റെ ഹിന്ദിയായിട്ട് ബാക്കി എല്ലാവരും ഞെട്ടിപ്പോയി. ഇത്ര നന്നായിട്ട് എങ്ങനെ ഹിന്ദി പറയുന്നു? നിധി ചോദിച്ചു, അച്ഛനിത് എവിടെ നിന്ന് ഈ ഭാഷയൊക്കെ അറിയാവുന്നേ? എൻ്റെ മോളെ, ഞാൻ ലോറിയെ പല സംസ്ഥാനങ്ങളിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട്, അവിടുത്തെ ഭാഷകളും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല വശമാണെന്ന് പറഞ്ഞു. ഒരു 4-5 ഭാഷയൊക്കെ എങ്കിലും എനിക്കറിയാമെന്ന് പറഞ്ഞു. പിന്നീട് അവളുമായിട്ട് ചാന്ദിനിയായിട്ട് കുറേ സമയം സംസാരിച്ചു. ഒടുവിൽ സുധീഷ് പറഞ്ഞു, അച്ഛനൊന്ന് പോയി തരാവോ എന്ന് പറഞ്ഞു. പിന്നീട് ഭാസ്കരൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പം സുധീഷും നികേഷും കൂടെ ഹിന്ദി സംസാരിച്ചുകൊണ്ട് ചാന്ദിനിയുടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ കുറേ വാക്കുകളൊക്കെ ചാന്ദിനി പറഞ്ഞു കൊടുത്തു, മലയാളം നികേഷും പറഞ്ഞു കൊടുത്തു. അപ്പോഴേ ഹരീഷും കൂടെ അവരുടെ കൂടെ വന്നിരുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി കുറേ സമയമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ചാന്ദിനിയെ പറഞ്ഞു വിടുന്ന സുഭാഷ്. അങ്ങനെ ചാന്ദിനി പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രാക്ടീസ് തുടങ്ങുവാണ്. അതൊക്കെ കണ്ടപ്പോൾ സുധീഷിന് സഹിച്ചില്ല. ഭാസ്കരൻ പറഞ്ഞു, എടാ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് അവളെ കിട്ടാനൊന്നും പോകുന്നില്ല, കണ്ടോ അവൾ ഇത്തിരി കഴിയുമ്പോഴത്തേനും പറന്നു പോകും, അവൾ അവളുടെ പാട് നോക്കി പോകുമെന്ന് പറഞ്ഞു. അതോടെ കേട്ടപ്പം സുധീഷിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. സുധീഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നിന്നുകൊണ്ട് കാര്യമില്ല, ആകെപ്പാടെ നാണക്കേടായല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് സുധീഷ് ഇറങ്ങി പോകുന്നത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, തന്നോട് അവൾക്ക് ഒരു സ്നേഹവും ഇല്ല. ഇനിയിപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ സഹോദരനായിട്ട് കാണുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിനറിയും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.